ഹലോ ഫ്രണ്ട്സ്, ഇഫോ ക്രാഫ്റ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ബോട്ടിലായിട്ടാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളൊരു ബോട്ടിലെടുത്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്കൊരു കുറച്ച് പശ ആവശ്യമുണ്ട്. അത് നമ്മൾ സാധാ ഫെവിക്കോൾ എടുക്കും. അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തതിന് ശേഷം ഒന്ന് നന്നായി മിക്സ് ചെയ്ത് എടുക്കാമെന്ന് കേട്ടോ. കാരണം നമുക്ക് പശ തന്നെ ആവശ്യമില്ല, കുറച്ച് ഫെവിക്കോൾ വെള്ളം ആയാലും മതി. ഇനി നമ്മുടെ ബോട്ടിലിൻ്റെ മുകളിൽ ഈ പശയൊന്ന് തേച്ച് പിടിപ്പിക്കണം. ഒരുപാടൊന്നും വേണ്ട. ഇനിയിപ്പോൾ നമുക്ക് ഓരോ കഷ്ണം പേപ്പർ ഒന്ന് ജസ്റ്റ് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും പശ തേച്ച് ഒന്ന് വീണ്ടും പേപ്പർ ഒട്ടിച്ച് കൊടുക്കുക. ഇതുപോലെ ഈ ബോട്ടിൽ മൊത്തം ഒന്ന് ഫില്ലാക്കി കൊടുക്കുക. വീണ്ടും പേപ്പർ വെച്ചു, വീണ്ടും പശ തേച്ചു. ഇനി വീണ്ടും ഒരു പേപ്പർ വെക്കുക. എന്നിട്ട് വീണ്ടും നമുക്ക് പശ തേച്ച് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ ഈ ബോട്ടിൽ മൊത്തത്തിൽ പേപ്പർ ഒട്ടിച്ചെടുത്തു. ഇനി നമ്മുടെ ഒരു കാർഡ്ബോർഡ് കഷ്ണം എടുക്കുക. എന്നിട്ട് ഈ ഡിസൈനിൽ ഒന്ന് മുറിച്ചെടുക്കുകയാണ് കേട്ടോ. എല്ലാവർക്കും കാർഡ്ബോർഡ് കഷ്ണമൊക്കെ കിട്ടുമായിരിക്കില്ലേ? നമ്മൾ വീട്ടിൽ സാധാരണ ഉള്ള വസ്തുക്കൾ കൊണ്ടാണ് നമ്മൾ ഈ ബോട്ടിലായിട്ട് ചെയ്യാൻ പോകുന്നത്. പുറമേ നിന്നൊന്നും വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് നമുക്കൊരു പശ ഉണ്ടായാൽ മതിയാവും. നമ്മുടെ ഗമ്മ് ഫെവിക്കോൾ. ഇനി ഈ കാർഡ്ബോർഡിൻ്റെ ഒരറ്റത്തൊന്ന് ഇങ്ങനെ പറിച്ചെടുക്കുകയാണ്. അപ്പോൾ നമുക്കൊരു ഡിസൈനുള്ള ഭാഗം, കുറച്ച് പ്രൊജക്ഷനായി നിൽക്കുന്ന ഭാഗം കിട്ടും. എന്നിട്ട് നമ്മൾ മറ്റേ സൈഡിൽ പശ ഒന്ന് തേച്ച് കൊടുത്തിട്ട് നമ്മളിത് ബേസിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഒന്ന് അമർത്തി ഒട്ടിച്ചു കൊടുക്കുക. കാർഡ്ബോർഡല്ലേ, ഒട്ടാൻ കുറച്ച് സമയമെടുക്കും. ഇനിയിപ്പം നമ്മുടെ ക്ലേ ആണ് ആവശ്യം. ക്ലേ ഇല്ലെങ്കിൽ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സാധാരണ നമ്മുടെ മൈദമാവാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം മൈദമാവിൽ ഒന്നിക്ക് നമുക്ക് വെള്ളം ചേർക്കുന്നതിന് പകരം നമുക്ക് നമ്മുടെ ഫെവിക്കോളിൻ്റെ ആ ഒരു ലൈനിൽ തന്നെ ചേർത്താൽ മതി. അതാകുമ്പോൾ കുറച്ച് ഒട്ടാൻ കുറച്ചുകൂടെ സഹായമായിരിക്കും. ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഫെവിക്കോളൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒട്ടിച്ചെടുത്താൽ മതി. കുറച്ച് ബോൾസ് ഉണ്ടാക്കി വെച്ചത് ഞാൻ ഇവിടെ ഒന്ന് പശ തേച്ച് ഇതുപോലെ അതിന് മുകളിലൂടെയായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഈ ബോൾസ് വെക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവുമല്ലേ ഏകദേശം ഇത് എന്തായിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന്. അതെ, നമ്മളൊരു മുന്തിരിക്കൊല തന്നെയാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മുടെ മുന്തിരി ഏകദേശം ഒന്ന് സെറ്റായിട്ടുണ്ട്, റെഡി. ഇനി നമുക്ക് ഇല ഉണ്ടാക്കണം. അതിനായിട്ട് നമ്മുടെ ഇല എടുത്തിട്ട് ഒരു അച്ച് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നു. അത് നമ്മൾ ഡയറക്റ്റ് ഇതുപോലെ പശ തേച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. സംഭവം ഈസിയല്ലേ, എല്ലാവർക്കും ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം നമ്മുടെ രണ്ടാമത്തെ ഇലയും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ മുകളിലൂടെ കുറച്ച് വള്ളിയൊക്കെ തൂങ്ങിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മുന്തിരിക്ക് സാധാരണ വള്ളിയൊക്കെ കാണാറില്ലേ, അതിന് വേണ്ടിയിട്ട്. അപ്പം ഭംഗിയൊക്കെ ഉണ്ടാവും. ഇടയ്ക്കൊന്ന് പശ തേച്ച് കൊടുത്താൽ കുറച്ച് നന്നായിരിക്കും. അതൊന്ന് ഒട്ടിക്കഴിയുമ്പോഴത്തേനും കാണാൻ കുറച്ച് ഭംഗിയുണ്ടാവും. നല്ല രീതിയിലൊന്ന് ഒട്ടാൻ വേണ്ടി വെക്കണം കേട്ടോ. നല്ല രീതിയിൽ ഒട്ടിയതിന് ശേഷം നമുക്കൊന്ന് നമ്മുടെ സാധാ അക്രൈലിക് ബ്ലാക്ക് എടുത്ത് നമ്മളൊന്ന് മൊത്തം ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. മൊത്തത്തിലൊന്ന്
കളർ അടിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ കുറച്ചൊരു ലുക്കൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഒരു ഗോൾഡൻ കളറാണ് എടുക്കേണ്ടത്. അപ്പം ഗോൾഡൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ഈ ഓറഞ്ചും മഞ്ഞയും കളേഴ്സാണ് എടുത്തിരിക്കുന്നത്. അത് തമ്മിലൊന്ന് മിക്സ് ചെയ്ത് ഏകദേശം ഒരു ഗോൾഡൻ പോലെ ആക്കി എടുത്തിട്ട് അതാണൊന്ന് ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നത്. നമ്മളൊരു സ്പോഞ്ച് ഉപയോഗിച്ചാൽ മതി കേട്ടോ. ജസ്റ്റ് ഇതിൻ്റെ മുകളിലൂടെ ആവാൻ വേണ്ടി ഒരു സ്പോഞ്ച് ഉപയോഗിച്ചാൽ മതി. അതെല്ലായിടത്തും വേണ്ട, നമ്മുടെ മുന്തിരിക്കുലക്കും അതുപോലെ അതിൻ്റെ ഇലയ്ക്കും ആ ഒരു ഭാഗത്തിന് മാത്രം. അപ്പോൾ ബ്ലാക്കിൽ ഇതൊന്ന് കുറച്ച് എടുത്ത് കാണിക്കും. അപ്പോൾ കുറച്ച് അതിന് നല്ല ഭംഗിയുണ്ടാവും. അപ്പം നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. പിന്നെ എന്തെങ്കിലും കമൻ്റ് ഉണ്ടെങ്കിൽ ഉറപ്പായും കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. ഷെയർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഉറപ്പായും ഷെയറും ചെയ്യണം. ഇനിയിപ്പം നമുക്ക് കുറച്ചൊന്ന് ഒട്ടിയതിന് ശേഷം നമുക്ക് കുറച്ച് മുകളിലെ ഭാഗത്ത് നമ്മുടെ ടോപ്പ് ബോട്ടിലിൻ്റെ കുറച്ച് ടോപ്പ് ഭാഗത്തായിട്ട് പശ തേച്ച് കൊടുക്കുകയാണ്. കുറച്ച് ബോട്ടം സൈഡിൽ നിന്ന് തന്നെ ഞാൻ തുടങ്ങുന്നുണ്ട്. ആ ഒരു മൂടി എടുത്ത് കളയണം കേട്ടോ. ബോട്ടിലിൻ്റെ മൂടി എടുത്ത് കളഞ്ഞതിന് ശേഷം അതിൻ്റെ കുറച്ച് താഴ്ന്ന് തന്നെ തുടങ്ങുന്നുണ്ട്. അപ്പം നമ്മുടെ കയറില്ലേ, നമ്മുടെ സാധാ പീടികയിലൊക്കെ കിട്ടുന്ന കടയിലൊക്കെ സാധനം പൊതിയുന്നത് ഇപ്പം ഇല്ല കേട്ടോ. പണ്ടൊക്കെ നമുക്കിങ്ങനെ അവരിങ്ങനെ റോളിൽ നിന്നൊക്കെ വലിച്ചെടുത്ത് നമുക്ക് പൊതി കെട്ടിത്തരും. ഇപ്പം കുറവാണ് കാണുന്നത്. ആ കയറൊന്നെടുത്തിട്ട് നമ്മൾ ചുറ്റുവാണിതിൽ ചുറ്റി ഒന്ന് ഫില്ലാക്കി മുകളിൽ വരെ കൊണ്ടുവരിക. ഈ കയറൂടെ വരുമ്പോഴത്തേനും ബോട്ടിലിന് നല്ലൊരു ലുക്ക് കിട്ടും. ചുറ്റി കൊണ്ടുവന്നിരിക്കുകയാണ്. എൻ്റെ ഭാഗത്തും കുറച്ച് നമ്മുടെ ഫെവിക്കോൾ തന്നെ തേച്ച് കൊടുത്താൽ മതി. അപ്പം നമ്മുടെ കുപ്പി തയ്യാറായിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. ഇനി നമുക്ക് ഈ ബേസ് ഭാഗത്തായിട്ട് ഒരു ലേസ് അങ്ങ് വെച്ച് കൊടുക്കാം. അതിനായിട്ട് ബേസിൽ നമ്മളൊന്ന് പശ തേക്കുകയാണ്. അതിന് ശേഷം നമ്മളൊരു ലേസ് എടുത്ത് അവിടെ ഒന്ന് വച്ച് കൊടുക്കുകയാണ്. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചെയ്യാം. അപ്പം നമ്മുടെ കുപ്പി റെഡി ആയിട്ടുണ്ട്. വെറുതെ കിടന്നിരുന്ന കുപ്പി ഇപ്പം കാണാൻ എന്ത് ഭംഗിയാണ് അല്ലേ? അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളിത് ട്രൈ ചെയ്യണം കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. പിക്ചറിൽ കാണുന്ന പോലെയല്ല, ഒറിജിനലി നല്ല ലുക്കുണ്ട്, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ടൈം കാണാം.